ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഒന്നുമല്ല, നമ്മുടെ സ്വന്തം സേമിയയാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരുപാട് ആർഭാടങ്ങളൊന്നുമല്ലാതെ രണ്ട് ചേരുവകളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? പോവാം, നമുക്ക് ഒന്നിച്ച് പോയി റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് സേമിയ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം ആർഭാടമൊന്നുമില്ല. തേങ്ങ വേണ്ട, ക്യാരറ്റ് ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. വെരി സിമ്പിൾ. സേമിയ വറുക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. സേമിയ ഫ്രൈ ആയിട്ടുണ്ട്. ഉണ്ടോ? ഇത്രയും ആയാൽ മതി. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് സേമിയ ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സേമിയ ഇട്ട് വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച സേമിയ പാകമായി കഴിഞ്ഞപ്പം നമുക്കതൊന്ന് അരിച്ച് മാറ്റാം. വെള്ളം നമുക്ക് വേണ്ട, സേമിയ മാത്രം നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേമിയ കുഴഞ്ഞു പോകാതിരിക്കാൻ. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് സ്വല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില, പച്ചമുളക്, സവോള ഇത്ര ഞാനിതിനകത്ത് ചേർക്കുന്നുള്ളൂ. തേങ്ങയോ ക്യാരറ്റോ വേറെ ഒരു സാധനം, ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല സ്വാദുണ്ട്. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ നല്ല സ്വാദോടുകൂടി നമുക്കിത് കഴിക്കാൻ പറ്റും, ഒട്ടിപ്പിടിക്കാതെ. പിന്നെ നമ്മൾ സേമിയയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ ഈ വറവിടുന്ന ഉള്ളി സംഭവത്തിനൊക്കെ എത്ര ഉപ്പ് വേണം അത്രയും ഉപ്പ് മാത്രം ചേർത്താൽ മതി. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആ ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ സാധാരണ റവയൊക്കെ വെക്കാറുണ്ട്. ഇതും നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ അതിലും കുറച്ചുകൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിൽ ഇഞ്ചിയൊന്നും അതുങ്ങളൊന്നൊക്കെ എടുത്ത് കളയും. അപ്പോൾ ഇത് ഒരു ഈവനിങ് സ്നാക്സായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊടുക്കും. പ്ലേറ്റ് കാര്യമാവണത് അറിയത്തില്ല. സത്യം, അനുഭവിച്ചറിഞ്ഞ സത്യം. ആ ഉള്ളി ഒന്ന് ബ്രൗൺ നിറവായതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന, അതായത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഒന്നിനൊന്ന് തൊടാതെ ഇരിക്കുന്ന സേമിയ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്കതൊന്ന് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അതായത് ആ ഓരോ സേമിയയിലും വെള്ളമയമുണ്ട്. ആ വെള്ളമയമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഉള്ളി, ആ ഒരു വെളിച്ചെണ്ണ, ആ ഒരു സേമിയ നല്ലപോലെ ഇങ്ങനെ ക്രിസ്പി ആവണ്ട, പക്ഷേ ഫുൾ വെള്ളം പറ്റിയിട്ട് നല്ല രസമാണ്. അത് മാത്രം നമുക്ക് ലാസ്റ്റ് ചായയിൽ ഇതിൻ്റെ കോരി കഴിക്കാം. സൂപ്പറാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ.
അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. വെള്ളം നമുക്ക് ശരിക്കൊന്ന് ഉണക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ മയം ഒട്ടും വേണ്ട. എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ആ വെള്ളം ഒന്ന് ഇതാക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള പക്ഷേ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു സേമിയ ഉപ്പുമാവ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഞാൻ സ്വല്പം, അതായത് ഞാൻ പച്ചമുളക് ചേർത്തില്ല, ഇഞ്ചി ചേർത്തില്ല, ഒന്നും ചേർത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു പൊടിക്കും മുളക് പൊടി അതും കൂടെ വരുമ്പം അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഈ മുളക് പൊടിയുടെ ഇതും കൂടെ വരുമ്പോൾ ടേസ്റ്റും കൂടെ വരുമ്പം സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒട്ടും എന്താ പറയുക ഇതുണ്ടാവില്ല, എരിവുണ്ടാവില്ല. അങ്ങനെ അതും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. വാങ്ങാനായിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം വറ്റി റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കുടുംബാംഗങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പാകം കണ്ടോ, നേരത്തേത്തിലും കുറച്ചുകൂടെ വെള്ളം വറ്റി നല്ല ഇതായിട്ട് ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി കാണാനും അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.